അന്ന് ഇവരിറക്കിയ പാട്ട് ഇങ്ങനെയാണ്, സ്വർണ്ണം കെട്ട താരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞവർ നേട്ടം ഉണ്ടാക്കിയവർക്ക് ഇന്ന് സ്വർണ്ണം കെട്ട താരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത വരിയായി കൂട്ടുനിന്ന താരപ്പ സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്ന് പാടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവരത് പിന്നിലുണ്ട് എന്ന് പറയുന്നത് 2024-25 വർഷത്തിൽ അനുവദിച്ചിട്ടുള്ള 529 കോടി രൂപയിൽ നിന്ന് 296 കോടി രൂപ ചെലവാക്കിയാണ് ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം തുടക്കുന്ന വസന്തിന്റെയും അതുപോലെ തന്നെ ശ്രീ KS അരുൺകുമാറിന്റെയും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആരാണ്? ഒരൊറ്റയാളാണ്. അല്ല എന്ന് ഇവർക്ക് രണ്ടുപേർക്കും പറയാൻ സാധിക്കില്ല. ശരി, ശ്രേയസ് നന്ദു, BJPയുമായി ആർക്കാണ് ഡീൽ? ഇതാണ് ചർച്ച. BJPയുടെ വോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്ക് വല്ലതും ആണോ? നല്ല മാങ്ങയുള്ള മാവ് കാണുമ്പോൾ ഏതൊരാൾക്ക് എറിയാൻ തോന്നും. അതിൽ ഞങ്ങൾക്ക് പറയാൻ മറ്റൊന്നുമില്ല അതിനകത്ത്. വസന്ത് പറഞ്ഞ വിഷയത്തിൽ നിന്ന് തുടങ്ങാം. അതായത് വസന്തിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി പല മാധ്യമങ്ങളെ കാണുമ്പോഴും വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പലതും പറയുകയും പിന്നീട് ഇളിഭ്യനായി തിരിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കരുതിയിരുന്നത് അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമുള്ളൊരു ഇഷ്യൂ ആണ് എന്നാണ് ഞങ്ങളൊക്കെ പൊതുസമൂഹം എന്നുള്ള നിലയിൽ ധരിച്ചിരുന്നത്. പക്ഷേ രാഹുൽ ബ്രിഗേഡുമായി നിൽക്കുന്ന വസന്ത് അടക്കമുള്ള ആളുകൾക്കും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള രീതികളാണ് ഉള്ളത് എന്ന് അറിഞ്ഞതിൽ വളരെ ദുഃഖമുണ്ട്. പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തെ മാങ്ങ പാർട്ടി, ചക്ക പാർട്ടി, ഇന്നലെയും ഏതൊക്കെയോ മാധ്യമങ്ങളിൽ അദ്ദേഹം ഇത് പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങളുടെ കൂടെ വന്നു നിന്ന് കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ കൃത്യമായി കോൺഗ്രസ് ആണെന്നും പറയാൻ സാധിക്കില്ല, CPM ആണോ എന്ന് ചോദിച്ചാൽ കൃത്യമായി CPM ആണോ എന്ന് പറയാൻ സാധിക്കാത്ത എത്രയോ ആളുകൾക്ക് കേരളത്തിനകത്ത് നിങ്ങൾ സീറ്റ് കൊടുത്തു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ തലതൊട്ടപ്പൻ, നിങ്ങളുടെ ബുദ്ധി കേന്ദ്രം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, കോൺഗ്രസുകാർ വിശ്വസിക്കുന്ന ശ്രീ KC വേണുഗോപാലിന്റെ ആലപ്പുഴ ജില്ലയിൽ G സുധാകരൻ എന്ന് പറയുന്ന ആൾ മത്സരിക്കുന്നുണ്ട് തെങ്ങുംതോപ്പ് ചിഹ്നത്തിൽ. എന്താ കൈപ്പത്തി ചിഹ്നത്തെ മാറ്റിക്കൊടുത്തത്? പറയ് വസന്തേ, എന്താ മറുപടിയില്ലേ? സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഒരു സ്ത്രീയുടെ മാനത്തിന് എന്താ പറയുന്നത്, തീവ്രത അളന്ന പാർട്ടിയാണ്, തീവ്രത അളപ്പിച്ച നേതാവാണ് എന്ന് പറഞ്ഞ PK ശശിയെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വസന്ത് അടക്കമുള്ള കോൺഗ്രസ്സുകാർ പറയണ്ടേ, ഈ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന സിദ്ധാന്തം നിങ്ങൾക്കും ആപ്ലിക്കബിൾ അല്ലേ? അന്ന് നിങ്ങൾ CPM-നെതിരെ പറഞ്ഞതൊക്കെ ഇന്ന് വിഴുങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇന്ത്യയിലാകെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുമ്പോൾ ഇന്ത്യ സഖ്യം എന്നുള്ള ഒറ്റ ടാഗിലാണ് അവർ മത്സരിച്ചത്. ഇവിടെ ഇരിക്കുന്ന വസന്തിന്റെയും അതുപോലെ തന്നെ ശ്രീ KS അരുൺകുമാറിന്റെയും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആരാണ്? ഒരൊറ്റയാളാണ്. അല്ല എന്ന് ഇവർക്ക് രണ്ടുപേർക്കും പറയാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇവർ രണ്ടല്ല ഒന്നാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ശ്രീ അഭിലാഷ്, താങ്കൾ ചിന്തിക്കേണ്ടത് സ്വർണ്ണക്കൊള്ളയിൽ ഇവർ രണ്ടല്ല ഒന്നല്ലേ? ആ കാര്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ശ്രീ VD സതീശന് കനുകുലു പറഞ്ഞു കൊടുത്ത ഐഡിയയാണ് ഈ ഡീൽ മാമാങ്കം. നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല. BJPക്ക് കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നാണ് താല്പര്യം. BJPക്ക് സ്വമേധയാ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലില്ല. കേരളത്തിൽ LDF UDF രണ്ട് മുന്നണികളാണ് ഉള്ളത്. നിങ്ങൾ കേരളത്തിൽ ആര് ഭരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് NDAയുടെ മുന്നണിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് പ്രചരണം നയിക്കുന്നത്. ചേട്ടാ, ഇതേപോലെയാണ് ത്രിപുര ഇലക്ഷൻ നടക്കുമ്പോഴും ഇതേ ആക്ഷേപ രീതിയിലുള്ള പല കോണുകളിൽ നിന്നുള്ള ആക്ഷേപം ഞങ്ങൾ കേട്ടതാണ്. നിങ്ങൾ ഭരണത്തിലേക്ക് എത്താൻ പോകുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെ ഭരണത്തിൽ വരും? നരേന്ദ്രമോദി എല്ലാ ദിവസവും വന്നെന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ ജയിക്കുമോ എന്ന് ചോദിച്ചു. 1%-1.5% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ അത് പോസിബിൾ ആണ് എങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അത് പോസിബിൾ ആണ്. പിന്നെ വസന്തം തെങ്ങുംപള്ളിയും അതുപോലെ അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും, ഞാൻ വ്യക്തിപരമായി പോകുന്നില്ല, CPM-ഉം കോൺഗ്രസും ആഗ്രഹിക്കുന്ന നിലയിൽ അൻവറിനെ കൊണ്ടുവന്ന് മരുമകന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്താൻ പറ്റുന്ന ബേപ്പൂർ പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തെ മാറ്റിയിട്ട് ഇദ്ദേഹത്തെ വച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ വസന്തം തെങ്ങുംപള്ളിയൊക്കെ പറയണം അവിടെ കൈപ്പത്തി മാറ്റിയിട്ട് വെച്ചത് ഗ്യാസ് കുറ്റിയാണ്. അപ്പൊ ഗ്യാസ് കുറ്റിയെ പോലെ തുറന്നു വിടുമ്പോൾ അങ്ങ് പറന്നു പോകുന്ന നിലയിലേക്ക് കോൺഗ്രസ് മാറിയോ എന്നൊക്കെ പറയേണ്ടത് വസന്തം തെങ്ങുംപള്ളിയാണ്. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ നോക്കൂ, സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പാട്ടിറക്കിയ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് ഇപ്പൊ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് മിണ്ടാത്തത്?
ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അന്ന് ഇവരിറക്കിയ പാട്ട് ഇങ്ങനെയാണ്: സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പറഞ്ഞ് ഇവർ നേട്ടമുണ്ടാക്കിയവർക്ക് ഇന്ന് സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത വരിയായി കൂട്ടുനിന്നതാരപ്പ സോണിയാഗാന്ധിയാണേ അയ്യപ്പ എന്ന് പാടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവരത് പിന്നിലേക്ക് വലിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഇവിടെ യുവതീ പ്രവേശനം നടന്നപ്പോൾ എല്ലാം ചെയ്ത് ഞങ്ങളാണെന്ന് പറഞ്ഞ വി ഡി സതീശനും ഈ പറയുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഷെഡ് കെട്ടിയിരുന്ന സമയത്ത് ആ ശബരിമലയുടെ ആ മലകളിൽ ചെന്ന് ആ റോഡിൽ കിടന്ന് ഉറങ്ങി അവിടെ പോലീസിന്റെ ബൂട്ടിലെ ചവിട്ട് വാങ്ങിയത് BJP-യുടെയും സംഘപ്രസ്ഥാനങ്ങളുടെ ആളുകളാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അതും ശരിയാണല്ലോ. ഇനി അങ്ങ് BJP പ്രതിനിധിയോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം. അങ്ങ് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരണമെന്ന് എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. നമുക്കൊരു ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് നടത്താം. BJPക്ക് ആര് അധികാരം, ഏതായാലും BJP അധികാരത്തിൽ വരത്തില്ല. അദ്ദേഹം സ്വപ്നം കാണുന്നതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അദ്ദേഹം ത്രിപുരയിലെ MLA-മാരുടെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ത്രിപുരയിൽ ഇവർ ഈ 1.5% നിന്ന് അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 80% CPM MLA-മാരെയും ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് റാഞ്ചാൻ BJPക്ക് പറ്റിയിരുന്നു. ആണ് ത്രിപുരയിൽ 2018 തെരഞ്ഞെടുപ്പിന് മുമ്പ് 80% CPM MLA-മാർ BJP-യിൽ ചേർന്നു എന്ന് പറയുന്നത് ശുദ്ധമായ അബദ്ധമാണ് വസന്ത്. അങ്ങനെ ഒരു ചരിത്ര സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഹലോ ടെസ്റ്റിംഗ് ഇതൊക്കെയാണല്ലോ. ആ പാർട്ടി ആകെ BJP ആലയത്തിൽ പോയി കിട്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി ആകെ BJP ആലയത്തിൽ പോയി കിട്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ നിങ്ങൾ നോക്ക്, കേരളത്തിനകത്ത് ഈ പറയുന്ന CPM UDF ബായി രംഗത്തിന് ആരാണ് ഒരു കുട പിടിച്ചു കൊടുക്കുന്നത്, അല്ലെ ആരാണ് ഇതിന്റെ ഇടനിലക്കാരൻ എന്ന് ചോദിച്ചാൽ അത് SDPI-യും ജമായത്തെ ഇസ്ലാമിയും അതുപോലെ PDP-യുമാണ് എന്നുള്ള സത്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ സ്വന്തം ജാള്യത മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് BJP-യിലേക്ക് ഇതിനെയൊക്കെ ചേർത്ത് വെക്കുന്നത്. പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ 2025 മാർച്ച് മാസത്തിൽ ആരംഭിച്ച ഞങ്ങളുടെ ക്യാമ്പയിനാണ് വികസിത കേരളം എന്ന ക്യാമ്പയിൻ. ആ വികസിത കേരളം ക്യാമ്പയിനാണ് ഞങ്ങൾ ഈ കാലം അത്രയും പറഞ്ഞു പോയത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തുടങ്ങി ഇന്ന് വരെയും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചർച്ച ചെയ്യിപ്പിക്കുന്നതും വികസിത കേരളത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പും ക്ലോസർ ആവണം. വികസിത കേരളം കേരളത്തിനകത്ത് ഉണ്ടാവണം. കേരളത്തിന്റെ സർവ്വ മേഖലകളിലും നമുക്കുണ്ടായിട്ടുള്ള പിറകിലേക്കുള്ള പോക്ക് അത് തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഒരൊറ്റ ഉദാഹരണം താങ്കളോട് പറയാം. ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്താണ് എന്ന് എല്ലാ മാധ്യമങ്ങളും പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കേണ്ടത്, കേരളത്തിലെ ചെറുപ്പക്കാരികളും വിദേശത്തേക്ക് പോകുമ്പോൾ സ്വന്തം പേരക്കുട്ടികളെ കാണാൻ വിസിറ്റിംഗ് വിസ എടുത്ത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തിലെ മുതിർന്ന പൗരന്മാർ അടക്കമുള്ളവർ പോകുന്നു. 19 മാസമായി കേരളത്തിലെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ കൊടുത്തിട്ട് ആ പൈസ എന്ന് പറയുന്നത് സർക്കാർ ഔദാര്യമായി കൊടുക്കുന്നതല്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അവസരമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങളിൽ നിന്ന് UDF ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയന്റെ 3ാം ഭരണത്തിന് അവസരം ഒരുക്കി കൊടുക്കുന്ന ദല്ലാളിന്റെ പണി, ആ പണി കേരളത്തിലെ കോൺഗ്രസും VD സതീശനും എടുക്കുന്നു എന്ന കൃത്യമായ സ്റ്റാൻഡ് BJPക്കുണ്ട്. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ KS അരുൺകുമാറിനോട് എനിക്കൊരു ഡയറക്റ്റ് ചോദ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞിരുന്ന കള്ളങ്ങളുടെ ഭാഗമായി നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനോട് ചോദിച്ചു, അത് ചോദിക്കേണ്ട ചോദ്യമാണ്, കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിരിച്ച പണം എവിടെയെന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു നയാ പൈസ കേന്ദ്ര സർക്കാരിന്റെ പണമില്ലാതെയാണ് നിങ്ങൾ വയനാട് ദുരന്ത ബാധിതർക്ക് വീട് ഉൾപ്പെടെ വെച്ചു കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, സാസ്കി ഫണ്ട് എന്ന് പറയുന്ന 2024-25 വർഷത്തിൽ അനുവദിച്ചിട്ടുള്ള 529 കോടി രൂപയിൽ നിന്ന് 296 കോടി രൂപ ചെലവാക്കിയാണ് ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് എന്താ പറയാത്തത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയം മറച്ചു വെക്കുന്നത്? അത് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ അറിഞ്ഞത് കൊണ്ടാണോ? പോട്ടെ അമ്പിമോനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.